എല്ലാവർക്കും നമസ്കാരം. മായ ചാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Eight of Swords, Two of Swords, King of Wands, Queen of Wands, okay, Sun card, Lovers energy. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 ഓഫ് സോഡ്സ് ആൻഡ് സൺ കാർഡാണ്. സോ അനാവശ്യമായിട്ടുള്ള നെഗറ്റിവിറ്റീസ് മൈൻഡിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതോടെ കാണുന്നത്. കാരണം ഇവിടുത്തെ എനർജി നിങ്ങളെ തന്നെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള അപകർഷതാബോധവും നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു ചിന്തയുമാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കാണ്. നിങ്ങളെവിടെയോ നിങ്ങളുടെ ജീവിതത്തിൽ പല ആളുകളും നമ്മൾ ജീവിതത്തിൽ മുന്നേറാത്തതിനൊരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മളെക്കൊണ്ട് പറ്റില്ല, ഞാനിവിടെ സ്റ്റക്കാണ്, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്നുള്ളൊരു എക്സ്ക്യൂസ് നമ്മൾ പറയില്ല. ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സമയം കണ്ണ് തുറന്ന് നോക്കുക. നിങ്ങൾ ഒരിടത്തും സ്റ്റക്കല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. കാരണം പലരും ഇങ്ങനെയുള്ളൊരു ചിന്തയ്ക്ക് കാരണം അവരുടെ അപ്ബ്രിങ്ങിങ് ആയിരിക്കാം, വളർന്ന സാഹചര്യമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു റിയാലിറ്റി, നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിനനുസരിച്ച് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. നിങ്ങൾ ഒത്തിരി സന്തോഷം അനുഭവിക്കുന്ന സമയമാണ്. അതിനാദ്യം തന്നെ വേണ്ടത് ഞാൻ ഒന്നും സ്റ്റക്കല്ല, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് വരികയാണ്. ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ റീഫ്രെയിം യുവർ എക്സ്പീരിയൻസ്. അതായത് ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതൊരു ഓൾഡ് സ്റ്റോറിയാണ്. നമ്മൾ വായിച്ച പുസ്തകം തന്നെ നമ്മൾ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. അതൊരിക്കൽ വായിച്ചു കഴിഞ്ഞതാണ്, അത് അടച്ചു വയ്ക്കുക, ഇനി പുതിയ പുസ്തകം വായിക്കുക. അപ്പോൾ ആ ഒരു എനർജിയാണ് വേണ്ടത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിലകൊള്ളേണ്ടുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു മാസം പകുതി അല്ലെങ്കിൽ ഈ ഒരു മാസം ഒരു ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു പോസിറ്റിവിറ്റി വന്നു തുടങ്ങി. ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. മാനിഫെസ്റ്റിംഗ് ടൈമാണ്. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നേടിയെടുക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാതിരുന്ന ആത്മവിശ്വാസം നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമയമാണ്. നമ്മൾ പറയാം സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. മറ്റുള്ളവരോടൊക്കെയുള്ള നിങ്ങളുടെ സമീപനവും മറ്റുള്ളവർക്കൊക്കെ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾ വളരെയധികം പോസിറ്റീവാണ്. നിങ്ങളുമായിട്ടുള്ള സമീപനം വളരെ പോസിറ്റീവാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന സമയമാണ്. പല കാര്യങ്ങളും നേടാൻ പറ്റുന്ന സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് മാറുന്നു, കുറച്ചുകൂടി ക്രിയേറ്റീവ് ആവുന്നു, വളരെ നല്ല കലാപരമായിട്ട് മുന്നേറാൻ പറ്റുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയാം. അതേപോലെ 2 ഓഫ് സോഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് വീണ്ടും ക്രിയേറ്റിവിറ്റിയാണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ നിലനിർത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ്. കാരണം ഇവിടെ ഒരു ചെറിയൊരു ഭയം, ഉൾഭയമൊക്കെ കാണാം. അതായത് സ്റ്റേജ് ഫിയറൊക്കെയുള്ള ആളുകൾ ഈ ഒരു മാസം വളരെ കുറച്ച് പോസിറ്റീവാണ്, കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റേജിലൊക്കെ മുമ്പിൽ വരാൻ പോലും ഭയന്നിരുന്ന ആളുകൾ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക അല്ലെങ്കിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുക, എന്തെങ്കിലും കോൺഫറൻസ്, ഇപ്പോൾ പ്രസൻറ്റേഷൻസ് ആയിരിക്കും, വലിയ വലിയ പൊസിഷനിലൊക്കെ നിൽക്കുന്നവർ സ്റ്റേജിൽ കയറാൻ ഭയമുള്ളവർ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരു സ്റ്റേജിൽ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ നിങ്ങൾക്കൊരു ഭയവും ഇല്ലാത്ത അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ വളരെ നല്ലൊരു എനർജിയാണ്. അതേപോലെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാണ്. കാരണം ഇതുവരെ നിങ്ങൾ സ്വയം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവരൊക്കെ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പല സ്കിൽസ്, നിങ്ങളുടെ ടാലൻസ് ഒക്കെ മറ്റുള്ളവർ നിങ്ങളെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നുണ്ടാവും, വളരെയധികം അഭിനന്ദിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളെ അത്ര നല്ലതല്ല എന്നുള്ളതാവാം. പക്ഷേ ഇവിടെ പറയുന്നത്
നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാസം എന്ന് പറയാം. അപ്പോൾ മറ്റുള്ളവർ ആരൊക്കെ എത്ര അക്സെപ്റ്റ് ചെയ്താലും നമുക്ക് സ്വയം നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ്. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ ഗോൾസ്, നിങ്ങളുടെ എയിം, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന സമയമാണ് ഇതെന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഓരോരുത്തരുടെ ജാതകവശാൽ വ്യത്യാസം ഉണ്ടാവും, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ ചുവട്ടുപടി എന്നുള്ള രീതിയിലായിരിക്കാം. മറ്റു ചിലർ ഓൾറെഡി നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തി എന്നുള്ളൊരു ആ ഒരു പോസിറ്റിവിറ്റി ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെ ആവശ്യത്തിൽ കവിഞ്ഞ എല്ലാത്തിനോടും വളരെ വിജിലൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നത്. ചുറ്റുപാടും ഒരു ഭയം അതൊക്കെ മാറിക്കിട്ട് ഓവർ വിജിലൻ്റ് ആയിട്ടൊന്നും ഇരിക്കുന്നില്ല. വേണ്ടുന്ന സുരക്ഷാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. അതൊഴിച്ചാൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ 2 of Swords ആൻഡ് ലവേഴ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാരൻസിൻ്റെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം. കാരണം പാരൻസ് സമ്മതിക്കാത്തത് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്നു താഴ്ന്നു നിൽക്കുന്നവരായിരിക്കാം, വിദ്യാഭ്യാസപരമായിട്ടോ മറ്റു തലത്തിലോ അങ്ങനെ നിൽക്കുന്ന ആളുകൾ, വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ടാവാം. അപ്പോൾ വീട്ടുകാരുടെ ഒരു സമ്മതം കിട്ടി വിവാഹത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുടുംബത്തോടു കൂടി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു എനർജി. ഇനി പ്രണയത്തിലല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, വിവാഹത്തിന് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ നല്ലൊരു സമയമാണ്. വിവാഹം പ്രത്യേകിച്ച് ഒത്തിരി നാളായിട്ട് വിവാഹം അന്വേഷിച്ച് ഫൈനലി വിവാഹം കാര്യങ്ങൾ റെഡിയാകുന്ന സമയം എന്നുള്ളത് പറയാവുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ പറയാം. ആ വിവാഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹബന്ധം ഒന്നും കൂടി നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ആവാം ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എനർജി പ്രഗ്നൻസി സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ സാഹചര്യത്തിലായിരിക്കും ഒരു പ്രഗ്നൻസി വരുന്നത്. അപ്പോൾ അതും ഒരു കാരണമാകാം വീണ്ടും അതിനെക്കുറിച്ചൊരു പുനർചിന്തനം നടത്താനും വീണ്ടും ബന്ധത്തിൽ തന്നെ തുടരാനും ഉള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ മുന്നോട്ടേക്ക് അതൊരു നല്ല പോസിറ്റിവിറ്റിയാണ്, ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ കിങ് ഓഫ് ഫോൺസ് എനർജി ആൻഡ് ദ സൺ കാർഡാണ്. അപ്പോൾ ഇത് പോസിറ്റിവിറ്റി സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി നാളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാതെ പോയതായിരിക്കാം, മത്സര പരീക്ഷകൾ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ പോയതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ലൈഫിൽ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ലൈഫിൽ നേടിയെടുക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. യാത്ര സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യാത്ര പലതരത്തിലുള്ള യാത്രകളാണ്. കാരണം ഇവിടെ ഒരു ബിസിനസ് ട്രിപ്പുണ്ട്, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ട്രിപ്പ് നടത്തുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ പലതരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മുന്നേറാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ യാത്രകളിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരം വന്നു ചേരുന്നുണ്ട്. യാത്രയിൽ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയായിരിക്കാം. പിന്നീട് ആ ഒരു കണക്ഷൻ, ആ ഒരു നെറ്റ്വർക്കിംഗ്, ആ ഒരു സൗഹൃദം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. ഈ ഒരു യാത്ര ചില ആളുകളെ സംബന്ധിച്ച് വിദേശയാത്രയാവാം, അത് ബിസിനസ് ട്രിപ്പോ അതല്ലാതെ ഒരു ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുമാവാം. അപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ പുറത്ത് പോയിട്ട് പഠിച്ച് അവിടെ പഠിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു എന്നുള്ളത്. അല്ലാതെ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കണക്ഷൻസ് ആണ് കാണിക്കുന്നത്. ലൈഫിൽ നല്ല രീതിയിൽ നിങ്ങൾ വിചാരിച്ചൊരു ലെവലിലേക്ക് മുന്നേറുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇനി ഈ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പൊതുവേ നിങ്ങളുടെ അന്തരീക്ഷം ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് ഇത്തിരി ഒരു
മൂകതയാണ് അല്ലെങ്കിൽ മൂടിയ അന്തരീക്ഷം എന്നൊക്കെ പറയുന്ന പോലെ ആണെങ്കിൽ ഇപ്പോൾ അതിലൊരു തെളിച്ചമൊക്കെ വരുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു, ചുറ്റുപാടുമുള്ള ആളുകളിലും നിങ്ങളിലും. പിന്നെ ഒത്തിരി ആഘോഷങ്ങൾ, സന്തോഷങ്ങൾ, ഒത്തിരി സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.